ഞാൻ ശ്രീലേഖ. ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വീഡിയോ ആണ്. ഒരു സ്ഥലമാണ്. അധികം ആരും എത്തിപ്പെടാത്ത, അതായത് നമ്മുടെ മലയാളികൾ അധികം ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലം. അവിടേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ ഇതിപ്പം ലക്നൗ ആണ്. ലക്നൗന്ന് നൈമിഷാരണ്യ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ലക്നൗന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ട് നൈമിഷാരണ്യയിലേക്ക് എത്താൻ. സീതാപൂർ എന്ന് പറയുന്നുള്ള ഡിസ്ട്രിക്റ്റിലാണ് ഈ നൈമിഷാരണ്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ ലക്നൗവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നിറയെ കൃഷിയിടങ്ങളാണ്. നല്ല രസമാണ് കാഴ്ചകളൊക്കെ. ഈ സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഗോതമ്പിൻ്റെ കൃഷിയാണ്. അപ്പോൾ അത് തന്നെ കുറേ വിളവെടുത്തതും പിന്നെ വിളവെടുക്കാൻ പാകത്തിന് നല്ല സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഗോതമ്പ് പാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെയുള്ളത് മാമ്പഴത്തോട്ടങ്ങളാണ്. ഇപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ സീസൺ ഇങ്ങനെ ആവാണ്. നമ്മൾ ഏപ്രിലാണ് ഈ യാത്ര ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് മാവൊക്കെ. അതും കാണാൻ നല്ല ഭംഗിയാണ്. ഇത്രയധികം ഇങ്ങനെ പാടങ്ങളൊക്കെ, മാമ്പഴവും പിന്നെ ഗോതമ്പിൻ്റെയൊക്കെ പാടങ്ങൾ, അതും കണ്ണെത്താത്ത ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തു ഞങ്ങൾ ലക്നൗന്ന് നൈമിഷാരണ്യയിൽ എത്താൻ വേണ്ടിയിട്ട്. എന്നാലും ആ യാത്ര അധികം ബോറടിപ്പിക്കുന്ന ഒരു യാത്രയായിരുന്നില്ല. കാരണം നമുക്ക് നല്ല കാഴ്ചകളാണ് നമുക്ക് 2 സൈഡിലും കാണാൻ കഴിയുന്നത്. നിറയെ ഗ്രാമങ്ങളും പിന്നെ ഗ്രാമവാസികളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു യാത്ര തന്നെ. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ ഇവിടെയുള്ള മെയിൻ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്നും വീണ്ടും ഒരു റിക്ഷ പിടിച്ചിട്ട് വേണം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരു റിക്ഷ പിടിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഉത്തർപ്രദേശിലെ സീതാപൂർ ജില്ലയിലാണ് ഈ പുരാണ പ്രസിദ്ധവും പരിപാവനവുമായ ഈ നൈമിഷാരണ്യ സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മുടെ സിറ്റിയിലെ ഒരു ആർഭാടങ്ങളോ ഒന്നും എത്തിപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ്സും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ നൈമിഷാരണ്യ. ശരിക്കും അവിടെയുള്ള ഗ്രാമവാസികളെ കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും അവരുടെ വീടുകളും പിന്നെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെയുള്ള ആ ചുറ്റുപാടിനെ പറ്റിയിട്ട്. അവിടെ വിനായക ധാമിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. ആദ്യം അവിടെ പോയി. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു, നമ്മൾ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചക്രതീർത്ഥത്തിൽ സ്നാനം ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം മാത്രമേ ഭക്ഷണം പോലും കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പം ഞങ്ങൾ നേരെ പിന്നെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഈ ചക്രതീർത്ഥത്തിലേക്ക് സ്നാനം ചെയ്യാൻ പോയി. ഇതാണ് ചക്രതീർത്ഥത്തിലേക്കുള്ള പ്രവേശന കവാടം. നൈമിഷാരണ്യത്തിലെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ചക്രതീർത്ഥമാണ്. ഇതിനെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഒരു ഐതിഹ്യം ഞാൻ പറയാം. വളരെ പണ്ട് കാലത്ത് കൊടും വനമായിരുന്നു ഈ ഒരു സ്ഥലം. ഇവിടെ ആദിപരാശക്തി ക്ഷേത്രവും പിന്നെ ഗോമതി നദിയും സ്ഥിതി ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് ഗോമതി നദി എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. സത്യയുഗത്തിൽ മഹാത്മാവായ ശ്രീ ശൗനക മഹർഷി, ആ മഹർഷിയുടെ നേതൃത്വത്തിൽ 88,000 മഹർഷിമാർ ബ്രഹ്മാവിനെ സമീപിച്ചെന്നും അവിടെ ഒരു മഹായാഗം നടത്തുവാൻ പിന്നെ ഭൂമിയിൽ ഏറ്റവും മഹാത്മ്യമുള്ള ഒരു സ്ഥലവും അന്വേഷിച്ചു. അപ്പം ബ്രഹ്മാവ് ഒരു ചക്ര സൃഷ്ടിച്ചെറിഞ്ഞ് എന്നിട്ട് ആ ചക്രത്തെ പിന്തുടരുവാൻ നിർദ്ദേശിച്ചു.
ആ ചക്രം ചെന്നെത്തുന്ന സ്ഥലമായിരിക്കും ഈ പിന്നെ യാഗം നടത്തുവാനുള്ള ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് ബ്രഹ്മാവ് അവരോട് കൽപ്പിച്ചു. അങ്ങനെ ഗോമതി വനത്തിൽ പ്രവേശിച്ച ചക്ര ഭൂമിയിൽ താണ് കറങ്ങിക്കൊണ്ടിരുന്നു. ചക്രത്തെ അനുഗമിച്ച ഈ മഹർഷിമാർ ആ കാഴ്ച കണ്ട് സ്തബ്ധരായി പ്രാർത്ഥിച്ചു. പരാശക്തി ലളിതാദേവി ചക്രത്തിൻ്റെ ഭ്രമണം നിർത്തി മഹർഷിമാരെ അനുഗ്രഹിച്ചുവെന്നാണ് ഒരു ഐതിഹ്യം. പിന്നെ മഹത്വവും ബൃഹത്വവുമായ യാഗമായിരുന്നു സത്യയുഗത്തിലെ ആ ശൗനക മഹർഷിയുടെ മഹനീയമായ നേതൃത്വത്തിൽ നൈമിഷാരണ്യത്തിൽ നടന്നത്. അതുതന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യവും. ഇതിനു പുറമെ ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് ഇവിടം എന്നും അറിയപ്പെടുന്നു. അതായത് നേമി എന്നാൽ ചക്രം എന്നാണ് അർത്ഥം. നേമി ചെന്ന് തറിച്ച ആരണ്യമായിരുന്നു നൈമിഷാരണ്യം എന്ന ഈ ഒരു പേര് വന്നത്. ബ്രഹ്മാവ് അയച്ച ഈ ചക്രം വന്ന് തറച്ച സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ബഹിർഗമിച്ചു കൊണ്ടേയിരുന്നു. അതാണ് ഈ തീർത്ഥമായിട്ട് മാറിയത്. ഈ നൈമിഷാരണ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അമാവാസി, തിങ്കളാഴ്ച, പിന്നെ സൂര്യഗ്രഹണം. അങ്ങനെ 3 ദിവസം ഒരുമിക്കുന്ന ദിവസം. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ആ സമയത്ത് ഈ ചക്രതീർത്ഥത്തിൽ സ്നാനം ചെയ്യുക എന്നത് പറയുന്നത് നമുക്ക് ഒരു പുണ്യം കിട്ടുന്ന മാതിരിയാണ്. ലൈക്ലി ഞങ്ങൾ അന്നാണ് അവിടെ എത്തിയത്, അതായത് അതിൻ്റെ തലേദിവസം. എന്നിട്ട് രാവിലെ ഞങ്ങൾ കുളിക്കാൻ പോയി. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് ഒരു വഴിപാടാണ്. അവിടെ മുങ്ങിക്കുളിച്ചിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഹൈറ്റില്ലേ, ആ നീളത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, അവിടെ ഒരു മാർക്ക് ചെയ്യും. എന്നിട്ട് അത് അടുത്ത പിന്നെ അവിടെ നിന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു നേർച്ചയായിട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പം ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ എന്തായാലും എങ്ങനെയൊക്കെയോ പോയി ആ ഒരു ചക്രതീർത്ഥത്തെ വലം വെച്ചിട്ട് തിരിച്ചു പോന്നു. അത് ശരിക്കും ഞങ്ങൾ താമസിച്ച ആ ഒരു ഹോട്ടൽ ഇതിൻ്റെ അടുത്തായതുകൊണ്ട് പിന്നെ ഭയങ്കര ഒരു ഉപകാരമായത്. ഇവിടെ കുറേ സ്റ്റേറ്റുകളുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. കേരളത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ഇപ്പോൾ കാണുന്നില്ല. അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവിടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഈ ചക്രതീർത്ഥത്തെ കൂടാതെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് നൈമിഷാരണ്യത്തിൽ കാണാനുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.